വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫോർമാറ്റിനെ കുറിച്ചിട്ടാണ്. ചാമ്പ്യൻസ് ലീഗ് മാത്രമല്ല, യൂറോപ്പ ലീഗും അതുപോലെ തന്നെ കോൺഫറൻസ് ലീഗൊക്കെ ഈ ഒരു സ്റ്റൈലിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പോൾ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് പുതിയൊരു സ്വിസ് മോഡൽ ഫോർമാറ്റിലേക്ക് മാറും, അപ്പോൾ നിലവിലുള്ള ഗ്രൂപ്പ് സ്റ്റേജൊക്കെ മാറ്റിക്കളയും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. സോ ദ ടൈം ഈസ് നൗ. ഈ വർഷം 2024-25 സീസൺ തൊട്ട് പുതിയൊരു രീതിയിലേക്ക് മാറുമെന്നാണ് UEFA പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ UEFA തന്നെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പുതിയതായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം? ഇപ്പോൾ നിലവിൽ 32 ടീമുകളാണ് ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്നതെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഇനി വരുന്ന സീസൺ തൊട്ട് അത് 36 ടീമുകളായിട്ട് മാറും. അതുപോലെ തന്നെ നിലവിൽ നമുക്കറിയാം ഗ്രൂപ്പ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ 4 ടീമുകളാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ മൊത്തം അവർക്ക് 6 കളികളുണ്ടാവും, ഹോമും എവേ മത്സരങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ടീമുകളുടെ ഒരു ഗ്രൂപ്പായിരിക്കും, അതല്ലെങ്കിൽ അവർ തമ്മിലായിരിക്കും ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് 4 മത്സരങ്ങൾ എവേ, 4 മത്സരം ഹോമിൽ എന്നുള്ള രീതിയിലായിരിക്കും കളിക്കുക. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീമുകൾ ഇപ്പോൾ ഹോമിലും എവേയിലും ഒരേ ടീമായിട്ട് കളി വരണമെന്നില്ല, മൊത്തം 8 മത്സരങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജ്. ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് അങ്ങനെയായിരിക്കും റീപ്ലേസ് ചെയ്യപ്പെടുക. അപ്പോൾ അതുപോലെ നമുക്കറിയാവുന്ന കാര്യമാണ്, ഗ്രൂപ്പ് സ്റ്റേജിൽ 1-2 സ്ഥാനം കിട്ടുന്ന ടീമുകൾക്ക് റൗണ്ട് ഓഫ് 16ലേക്ക് പോകാറാണ് പതിവ്. അതുപോലെ 3-ാം സ്ഥാനം കിട്ടുന്ന ടീം നേരെ യൂറോപ്പ ലീഗിലേക്ക് പോകും. പിന്നെ 4-ാം സ്ഥാനം കിട്ടുന്ന ടീം എലിമിനേറ്റ് ആവും. അപ്പോൾ അതാണ് നിലവിലെ എക്സിസ്റ്റിംഗ് ഫോർമാറ്റ്. പക്ഷേ ഇനി വരാൻ പോകുന്ന ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കണ്ട ആ ഒരു ഗ്രൂപ്പ് പരിപാടിയിൽ നിന്ന് 36 ടീമുകളുടെ റാങ്കിങ് തയ്യാറാക്കും. അപ്പോൾ അത് ഗോൾ ഡിഫറൻസ്, ഗോൾ സ്കോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് റാങ്കിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ കൂടുതൽ കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം പല ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളും ബോറിംഗ് ആണ്, അപ്പോൾ അത്ര അധികം ആൾക്കാരിരുന്ന് കുത്തിയിരുന്ന് കാണുന്നൊരു സംഭവമല്ല. അപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ അപ്പോൾ ചെറിയ ടീമുകളുടെ മത്സരങ്ങൾ പോലും ഇമ്പോർട്ടൻ്റ് ആവും. കാരണം അവർ കൂടുതൽ ഗോൾ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫേവററ്റ് ടീമിനേക്കാളും മുകളിലേക്ക് പോയേക്കാം. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് കയറി വരും. അപ്പോൾ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് അവർ ചെയ്തൊരു പരിപാടിയാണ്. പക്ഷേ മത്സരങ്ങൾ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആവും എന്നുള്ളതാണ് ഇതിനകത്ത് സംഭവിക്കുന്ന മറ്റൊരു സൈഡ്. അതുപോലെ തന്നെ പ്ലെയേഴ്സിന് ഇഞ്ചുറി കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ തന്നെ ഒത്തിരി മത്സരങ്ങളുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ചില കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോർമാറ്റിലേക്ക് വരുമ്പോൾ 36 ടീമുകളുടെ പട്ടിക തയ്യാറാക്കിയതിന് ശേഷം അതിനകത്ത് ടോപ്പ് 8 ടീമുകൾ ഡയറക്റ്റ് അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്, റൗണ്ട് ഓഫ് 16ലേക്ക് പോവുകയാണ്. ബാക്കിയുള്ള 9th പ്ലേസ് തൊട്ട് 24 വരെയുള്ള ടീമുകൾ അവരൊരു പ്ലേ ഓഫ് മത്സരം കളിക്കണം. അപ്പോൾ ഒരു 1 ഓഫ് പ്ലേ ഓഫ് മത്സരമായിരിക്കും കളിക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് സെലക്ട് ആവുന്ന അല്ലെങ്കിൽ അതിനകത്തുള്ള 16 ടീമുകളിൽ നിന്ന് 8 ടീമുകൾ അടുത്ത റൗണ്ടിലേക്ക് പോകാനായിട്ട് സെലക്ട് ആവുകയാണ്. അപ്പോൾ അവരാണ് നേരെ പിന്നെ നമ്മുടെ റൗണ്ട് ഓഫ് 16ലേക്ക് പോകുന്നത്. അവിടെ പോയിട്ട് നമ്മൾ നിലവിലുള്ള ഫോർമാറ്റുള്ള പോലെ റൗണ്ട് ഓഫ് 16ൽ ഏറ്റുമുട്ടും. അതിനുശേഷം പിന്നെ 25 തൊട്ട് 36 വരെ ഫിനിഷ് ചെയ്ത ടീമുകൾ ഡയറക്റ്റ്ലി അവർ പുറത്തോട്ട് പോവുകയാണ്. പിന്നെ ഇതിനകത്തുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേ ഓഫ് കളിച്ച് തോറ്റ ടീമുകൾ ചിലപ്പോൾ യൂറോപ്പ ലീഗിലേക്ക് അങ്ങനെ പോകാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു ഫോർമാറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പ്രത്യേകം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടീമുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻസൊക്കെ നമുക്ക് നിരന്തരം കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ അത്ര വലിയ കോമ്പറ്റീഷനൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ഒരു സംഭവമൊക്കെ മാറി ചിലപ്പോൾ നിരന്തരം വലിയ ടീമുകളൊക്കെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഏറ്റുമുട്ടാൻ വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സംഭവം വെച്ചിട്ട് പറയുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ സൂപ്പർ ലീഗ് എന്താണ് ഉദ്ദേശിച്ചത് അതാണ് UEFA ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഡു യു ഗൈസ് തിങ്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.